കുറേ നാളായി പ്ലാൻ ചെയ്ത ട്രിപ്പിന് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ശടപടേന്ന് വിട്ടു. പോകുന്ന വഴിയിൽ ഒരു തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും അടിച്ചു കയറ്റി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോൾ മോനെ, ഇതാണ് പാലക്കാടിൻ്റെ സ്വന്തം പോത്തുണ്ടി ഡാം. ലക്ഷ്യം വേറെ ആയത് കാരണം അവിടെ നിന്ന് നേരെ വിട്ടു. പാലക്കാടിൻ്റെ സ്വന്തം നെല്ലിയാമ്പതി. ഇവിടുന്നും കുറേ ദൂരം പോയാലാണ് അവസാനം വ്യൂ പോയിന്റിലോട്ട് എത്തിച്ചേരുക. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂടി ക്ലൈമറ്റ് ആയിരുന്നു. കണ്ടോ, ഫുള്ള് ഫോഗ് എഫക്റ്റ് പോലെ. മഴയായിരുന്നത് കൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ നാട്ടുകാർ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. വ്യൂ പോയിന്റിലോട്ട് അടുക്കും തോറും സ്ഥലങ്ങൾ ഒരു തമിഴ്നാട് ടച്ച് ഫീൽ ചെയ്തു തുടങ്ങി. ഇത് ഫുള്ളും തേയിലയാണ് കേട്ടോ. കുഞ്ഞിതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. അങ്ങനെ ഞങ്ങളും റെയിൻകോട്ട് ഇടാൻ വേണ്ടി നിർത്തി. ഈ സ്ഥലമൊക്കെ കണ്ടോ, ഇതൊക്കെ പക്ക തമിഴ്നാട് വൈബ് പ്ലേസാണ്. ഇവിടെ നിന്നൊന്നും പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയും അടിപൊളി. അങ്ങനെ വണ്ടി ഞങ്ങൾ പാർക്കിങ്ങിൽ വെച്ചിട്ട് വ്യൂ പോയിന്റിലോട്ട് നടന്നു തുടങ്ങി. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നടക്കുമ്പോഴൊക്കെ അപ്പുറത്ത് നല്ല മരങ്ങൾ, നൈസായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി. മുകളിൽ കുറേ പേരുണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എൻ്റെ മോനെ, പാലക്കാടിൻ്റെ ഹരിതാഭയും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നൈസായിട്ട് റിട്ടേൺ അടിച്ചു. അപ്പോഴേക്കും നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിൽ നിന്ന് ബ്രെഡ് ഓംലേറ്റ് ബീഫും കപ്പയും വാങ്ങി കഴിച്ചു. എൻ്റെ ലൈഫിൽ മറക്കാനാവാത്തൊരു യാത്രയായിരുന്നത്. നമ്മുടെ വർക്ക് പ്രഷറിൻ്റെ ഒക്കെ ഇടയ്ക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ യാത്ര പോകുക. എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വിടുന്നില്ല, കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ട് മാത്രം വിട്ടതാണെന്ന്. പക്ഷേ ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ലൈഫിൽ അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. യാത്രകളിലൂടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടരും. ബൈ ഫോർ നൗ.